നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലയണൽ മെസ്സി പൊളിച്ചടുക്കിയൊരു മത്സരം. ഇന്റർ മയാമി 2-4 ടൊറന്റോ FCയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഈ 2 ഗോളുകൾ എതിരാളികൾ അടിച്ചത് തന്നെ ഇന്റർ മയാമിയുടെ ഡിഫൻസിൻ്റെ ദാനമാണ്. അത്ര പരിതാപകരമായ ഡിഫെൻഡിങ് ആയിരുന്നു. പക്ഷേ മറുഭാഗത്ത് ലിയോ മെസ്സിയുടെ കിടിലൻ മുന്നേറ്റങ്ങൾ, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റുകൾ, അദ്ദേഹത്തിൻ്റെ ഗോള്, റോഡ്രിഗോ ഡി പോളിൻ്റെ ഗോള്, ലൂയിസ് സുവാരസിൻ്റെ ഗോള്, റിഗോയിലൻ്റെ ഗോള് എല്ലാം കൂടി ചേരുമ്പോൾ 2-4 തകർപ്പൻ ജയത്തിലേക്ക് ഇന്റർ മയാമി കടന്നു പോവുകയായിരുന്നു. ഈ മത്സരത്തോടു കൂടി ലിയോ മെസ്സി ഇതാ പുത്തൻ റെക്കോർഡ് തന്നെ MLS കുറിച്ചിരിക്കുകയാണ്, ചരിത്രം എഴുതിയിരിക്കുകയാണ്. MLS ഏറ്റവും വേഗത്തിൽ 100 ഗോൾ കോൺട്രിബ്യൂഷനിലേക്ക് എത്തുന്ന താരമെന്ന റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കുന്നു. 64 കളികളിൽ നിന്ന് 59 ഗോളുകളും 41 അസിസ്റ്റുകളുമായിട്ട് അദ്ദേഹം 100 ഗോൾ കോൺട്രിബ്യൂഷൻസ് പിന്നിട്ടിരിക്കുകയാണ്. സെബാസ്റ്റ്യൻ ജിയോവിൻകോ 95 മത്സരങ്ങളിൽ നിന്ന് നേടിയിട്ടുള്ള റെക്കോർഡാണ് ഇപ്പോൾ അദ്ദേഹം മറികടന്നിരിക്കുന്നത്. നേരത്തെ റോബി കെയ്ൻ 96 കളികളിൽ നിന്നും കാർലോസ് വേല 98 കളികളിൽ നിന്നും ഈ 100 ഗോൾ കോൺട്രിബ്യൂഷനിലേക്ക് എത്തിയിരുന്നു. എന്നാൽ ലിയോ മെസ്സി ഇതാ വെറും 64 കളികളിൽ നിന്ന് ആ ഒരു റെക്കോർഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ മത്സരത്തിൽ ഇന്റർ മയാമിയുടെ ഗോളടിയും ആധിപത്യവും ഒക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത്. കളിയുടെ ആദ്യ പകുതിയിൽ അവസാന ഘട്ടത്തിൽ 44-ാമത്തെ മിനിറ്റിലാണ് റോഡ്രിഗോ ഡി പോളിലൂടെ ഇന്റർ മയാമി മുന്നിലെത്തുന്നത്. ഡി പോളിൻ്റെ ഷോട്ട് ബോളിലടിക്കുന്നു. തിരികെ വരുമ്പോൾ വീണ്ടും അദ്ദേഹം വലയിലേക്ക് അടിച്ചു കയറ്റുന്നു. അങ്ങനെയാണ് മയാമി ആദ്യ ഗോൾ കണ്ടെത്തുന്നത്. ഇടവേള സമയത്ത് ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ ലിയോ മെസ്സിയുടെ കിടിലനൊരു അസിസ്റ്റിൽ നിന്ന് ലൂയിസ് സുവാരസ് അനായാസം 56-ാമത്തെ മിനിറ്റിൽ ഗോളടിച്ചുകൊണ്ട് ടീമിൻ്റെ ലീഡ് വർദ്ധിപ്പിച്ചു. തുടർന്ന് 73-ാമത്തെ മിനിറ്റിൽ ലിയോ മെസ്സിയുടെ അസിസ്റ്റിൽ നിന്ന് റിഗോയിലൻ്റെ ഗോൾ കൂടി പിറന്നപ്പോൾ ഏകപക്ഷീയമായ 3 ഗോളുകളുടെ ലീഡിലേക്ക് കടന്നുപോയി. എന്നാൽ പിന്നാലെ റോഡ്രിഗോ ഡി പോളിൻ്റെ അസിസ്റ്റിൽ നിന്ന് ലയണൽ മെസ്സിയുടെ തന്നെ ഗോൾ വന്നു. 4-0. ഒടുവിലാണ് 2 ഗോളുകൾ മയാമി തിരികെ വാങ്ങിയത്. കളിയുടെ 82-ാമത്തെ മിനിറ്റിലും 90-ാമത്തെ മിനിറ്റിലുമായിട്ട് അരിസബാലാണ് ടൊറന്റോയുടെ ഗോളുകൾ കണ്ടെത്തിയത്. ഏതായാലും 4-2 വമ്പൻ ജയം തന്നെ ഇന്റർ മയാമി സ്വന്തമാക്കിയിരിക്കുന്നു. വിജയത്തോടുകൂടി ഇപ്പോൾ 12 കളികളിൽ നിന്ന് 22 പോയിന്റുമായിട്ട് MLS ഈസ്റ്റേൺ കോൺഫറൻസിൽ മയാമി 2-ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.